ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനൊരുങ്ങി IT കമ്പനിയായ TCS. ഈ വർഷം TCSന്റെ ലോകത്തെമ്പാടുമുള്ള ശാഖകളിൽ ജോലി ചെയ്യുന്ന 12,000 പേർക്കാണ് ജോലി നഷ്ടപ്പെടുക. വിവരങ്ങൾ നൽകാൻ ആതിര മുരളിയുണ്ട്. ആതിര, ടെക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട കമ്പനിയാണ് TCS എന്ന് പറയുന്നത്. അപ്പോൾ 12,000-ഓളം ആളുകളെ ലോകമെമ്പാടുമുള്ള ശാഖകളിൽ നിന്ന് പിരിച്ചുവിടുമെന്നുള്ള വാർത്തകൾ വരുന്നു. എന്താണ് TCSന്റെ തീരുമാനത്തിന് പിന്നിൽ? ജിൽസി, IT മേഖലയിലെ ജീവനക്കാരെ ഒന്നാകെ ഏറെ ആശങ്കയിലാഴ്ത്തിയാണ് TCSന്റെ പുതിയ പ്രഖ്യാപനം. $283 ബില്യൺ പ്രതിവർഷം വരുമാനമുള്ള ഒരു ഇന്ത്യൻ IT കമ്പനി, ഇന്ത്യയുടെ IT മേഖലയുടെ നട്ടെല്ലായ ഒരു കമ്പനി തന്നെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്നത്. IT മേഖലയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ് 2025-26 സാമ്പത്തിക വർഷം 12,000 ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഈ വർഷം TCSന്റെ ലോകമെമ്പാടുമുള്ള ശാഖകളിൽ ജോലി ചെയ്യുന്ന 12,000 പേർക്കാണ് ജോലി നഷ്ടപ്പെടുക. ഇത് കമ്പനിയുടെ ആകെ ജോലിക്കാരുടെ 2% വരും. ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഈ ഒരു പുനഃക്രമീകരണം എന്നാണ് കമ്പനി പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് നിർമ്മിത ബുദ്ധി അഥവാ AI സാങ്കേതികവിദ്യ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു തന്ത്രമാണ് കമ്പനിയുടേത് എന്നാണ് ഈ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. എന്നാൽ കമ്പനി ഈ ഒരു ആരോപണം നിഷേധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഇപ്പോഴുള്ള ആവശ്യത്തിലധികം ജീവനക്കാർ കമ്പനിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ 12,000 പേരെ കുറയ്ക്കുവാൻ കമ്പനി നിർബന്ധിതമാകുന്നത്. എന്നാൽ ഗുണമേന്മയുള്ള നല്ല തൊഴിലാളികൾ വരികയാണെങ്കിൽ അവരെ സ്വാഗതം ചെയ്യും എന്നുകൂടി TCS വ്യക്തമാക്കുന്നുണ്ട്. ഈ സാമ്പത്തിക മേഖലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും നിർമ്മിത ബുദ്ധിയുടെ കടന്നുകയറ്റവും മൂലമാണ് IT മേഖലയിൽ ഈ ജോലി സാധ്യത കുറഞ്ഞു വരുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏതായാലും സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെന്ന് ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുവെന്നും IT മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ജിൽസി.